നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി വെള്ളറക്കാട് തെരുവുനായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 84-കാരി കിഴക്കേ പുരയ്ക്കൽ കാർത്തിയായനിയുടെ സംസ്കാരം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളറക്കാട് തെരുവുനായ ആക്രമിച്ച് കിടപ്പ് രോഗി കൊല്ലപ്പെട്ട സംഭവം കാർത്തിയായനിയുടെ കുടുംബത്തിന് സഹായം ഒരുക്കുമെന്നും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA. പാചകവാതക ക്ഷാമം അതിരൂക്ഷമായതോടെ ആശങ്കയിലായി നാട്. പല ഹോട്ടലുകളുടെയും പ്രവർത്തനം നിലച്ചു. വിറകുപയോഗിച്ചുള്ള പാചകത്തിലേക്ക് മാറി പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ നീക്കം. വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്യാസ് ക്ഷാമം വന്നതോടെ ഇൻഡക്ഷൻ അടുപ്പ് വിപണി സജീവമായി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി വെള്ളറക്കാട് തെരുവുനായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കിഴക്കേ പുരയ്ക്കൽ കാർത്തിയായനിയുടെ സംസ്കാരം നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെ ചെറുതുരുത്തിയിലായിരുന്നു സംസ്കാരം. അതേസമയം മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. കഴുത്തിലും മുഖത്തും മൂക്കിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കയ്യിലുമാണ് കടിയേറ്റത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കിടപ്പ് രോഗിയായ കാർത്തിയായനിയെ നായ ആക്രമിക്കുകയായിരുന്നു. കാർത്തിയായനിയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും നായ ആക്രമിച്ചിരുന്നു. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ കണ്ടെത്തിയത്. മേഖലയിൽ പേവിഷബാധ വാക്സിനേഷൻ ഉടനടി നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ കാർത്തിയായനിയെ വീടിനകത്ത് കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിനെ ഗുരുതരമായി കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായയെ പിടികൂടി. അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കാർത്തിയായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയായനി തൽക്ഷണം മരിച്ചു. ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചു കീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു തൊഴിലാളിയെയും നിരവധി വളർത്തു നായ്ക്കളെയും തെരുവു നായ്ക്കളെയും കടിച്ചിരുന്നു. ഒരു തവണ നായയെ വലയെറിഞ്ഞു പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയുമായിരുന്നു. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടയിൽ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈയിന് ചെറിയ രീതിയിൽ പരിക്കുപറ്റി. നായയെ കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിഷയകുമാർ, സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ KR സിമി, മുൻ മെമ്പർ അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ല് പൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്തിയായനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളും ഇവർക്കുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെ കാർത്തിയായനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. ചിക്കനും കൂട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഫോട്ടോയും എടുത്ത് കാർത്തിയായനിയുടെ പേരമക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ കടിച്ചിരിക്കുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ കാർത്തിയായനി മരിച്ചിരുന്നു. ആക്രമണകാരിയായ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ശരീരഘടനയുള്ള നായയാണ്.
കാർത്തിയേനിയെ ആക്രമിച്ച ശേഷം നായ സമീപമുള്ള വീട്ടിലെ വളർത്തുനായയെയും വീടിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയമുണ്ട്. നാട്ടുകാരും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പ്രദേശത്ത് നായയ്ക്കായുള്ള തിരച്ചിൽ നടത്തി. നായപ്പിടുത്തക്കാരൻ ബൈജു കടങ്ങോട് 3 തവണ നായയെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. പിന്നീട് രാത്രി 10 മണി കഴിഞ്ഞ് നായയെ പിടിക്കാൻ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വടിയും ആയുധങ്ങളുമായി എത്തിയാണ് പിടികൂടിയത്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ മാംസം ഭക്ഷിക്കുന്നതിനെത്തുന്നതാണ് തെരുവുനായ്ക്കൾ അധികവുമെന്നും പരാതിയുണ്ട്. തെരുവുനായ ആക്രമണം മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുകളുമായി ആലോചിച്ച് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുവാനും പദ്ധതിയുണ്ടെന്ന് ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉന്നയിക്കാം. പക്ഷെ അവർ വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്ന സ്ഥിതിക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിലെടുക്കാൻ കൂടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അത്തരം മാംസാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൂടി ചേർന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണ് അത് ആലോചിക്കാം. നമുക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനാവില്ല. അവർക്ക് ആവശ്യമായ സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതെ, അത് ആലോചിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ ഇപ്പോൾ കളക്ടറോട് രാവിലെ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒരു പരിശോധന ഈ പ്രദേശത്താകെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ തയ്യാറെടുപ്പിന് ഇവിടെ പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടി സഹായിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകും. തെരുവുനായ്ക്കളെ വന്ധീകരിക്കുവാനും മാറ്റിപ്പാർപ്പിക്കുവാൻ ഷെൽട്ടർ നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സയ്ക്കും മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ആ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ തെരുവുനായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ അടക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ പദ്ധതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ശേഷം ആ പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. വീട്ടുകാരുടെ തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ മരണാനന്തര കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചെലവ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നതാണ്. മറ്റു വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ സന്നാഹവുമായി സായുധ സേന കുന്നംകുളം ആനായിക്കലിൽ റൂട്ട് മാർച്ച് നടന്നു. കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ചയാളും സഹായിയും അറസ്റ്റിലായി. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കാൻ മുല്ലശ്ശേരി സ്വദേശിനിയുടെ വീട്ടിൽ 1.1 ഗ്രാം MDMA കേസിലെ പ്രതികളായ ചാവക്കാട് തൈക്കാട് സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ഹമീദ്, വിയ്യൂർ കോലഴി സ്വദേശിയായ അറക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ജനുവരി 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഡാൻസ് ഓഫ് അന്വേഷണ സംഘം സബ് ഇൻസ്പെക്ടർ KV വിജിത്തിന് മുല്ലശ്ശേരിയിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും സ്ത്രീയുടെ മകന് ഇതുമായി ബന്ധമുണ്ടെന്നുമുള്ള വിവരം ലഭിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ അന്വേഷണ സംഘം പരിശോധനയിൽ രഹസ്യവിവരത്തിൽ പറഞ്ഞ വീടിനുള്ളിൽ നിന്നും 1.1 ഗ്രാം MDMA കണ്ടെത്തുകയും ചെയ്തു. ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വീട്ടിലുള്ളവരും മറ്റും ലഹരിയുമായി യാതൊരു ബന്ധമില്ലെന്ന് വ്യക്തമായി. മൊഴികളുടെയും സൈബർ സെല്ലിന്റെയും സാങ്കേതിക സഹായത്തോടെയുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികളായ ഹമീദിനെയും രഞ്ജിത്തിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയായ ഹമീദിനെ ബലപ്രയോഗത്തിലൂടെ സാഹസികമായാണ് പിടികൂടിയത്.
MDMA കണ്ടെത്തിയ മുല്ലശ്ശേരിയിലെ വീട്ടിലെ സ്ത്രീയുടെ മകനും പ്രതിയായ ഹമീദും തമ്മിലുണ്ടായ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി കൊടുക്കാനായി ഹമീദ് MDMA രഞ്ജിത്ത് മുഖേന മുല്ലശ്ശേരിയിലുള്ള സ്ത്രീയുടെ വീട്ടിൽ വയ്ക്കാൻ നൽകുകയായിരുന്നു. സഹായത്തിനായി രഞ്ജിത്തിന് വലിയൊരു തുക ഹമീദ് വാഗ്ദാനം നൽകി. വിൽപ്പനയ്ക്കായി വീട് നോക്കാനെന്ന വ്യാജേന രഞ്ജിത്തും സ്ത്രീകളടങ്ങുന്ന സംഘവും വീട്ടിലെത്തി വീടിനുള്ളിൽ MDMA വെക്കുകയും ചെയ്തു. പിന്നീട് പോലീസിനെ വിളിച്ചറിയിച്ചു. പ്രതിയായ ഹമീദിന് വെസ്റ്റ്, ഗുരുവായൂർ, ചാവക്കാട്, പാവർട്ടി, പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം കേസുകൾ നിലവിലുള്ളതായും പ്രതിയായ രഞ്ജിത്തിന് വിയ്യൂർ, വെസ്റ്റ്, ഗുരുവായൂർ ടെമ്പിൾ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 8ഓളം കേസുകളിൽ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തിയ പ്രതിയുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. എരുമപ്പെട്ടി ആറ്റത്തറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമൽ അന്തോണി മകൻ 45 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. രാവിലെ മുറിക്ക് പുറത്തിറങ്ങാതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ശരീരത്തിൽ ഛർദ്ദിച്ചതുപോലെ രക്തം പുരണ്ടിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. LC മാതാവും റോയ് എന്നിവർ സഹോദരങ്ങളുമാണ്. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തുന്നവരുടെയും പ്രഭാത സവാരിക്കാരുടെയും കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. MLAയുടെ SSDF ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് പ്രകാശപൂർണിതമാക്കിയത്. AC മൊയ്തീൻ MLA ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മണ്ഡലത്തിലെ പ്രധാന കളിസ്ഥലമായ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് 1 കോടി രൂപ കൂടി അനുവദിച്ചതായി MLA പറഞ്ഞു. ഏതെല്ലാം രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്ന് ഗ്രൗണ്ട് കമ്മിറ്റിയും സ്കൂൾ അധികൃതരുമായി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത്, വിവിധ വാർഡ് മെമ്പർമാർ, കായിക പ്രേമികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കുന്നംകുളം നഗരസഭയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ആദരിക്കാൻ വേണ്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സമാദരം ഒരുക്കി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭയുടെ വിവിധ പദ്ധതികൾക്കും ശുചിത്വ പ്രവർത്തനങ്ങൾക്കും നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫിയിൽ 3ാം സ്ഥാനവും ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ സംസ്ഥാന റാങ്കിങ്ങിൽ 2ാം സ്ഥാനവും നേടാൻ നഗരസഭയ്ക്ക് സാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, വിവിധ വികസന പദ്ധതികൾ എന്നിവയിൽ പങ്കാളികളായ നിരവധി വിഭാഗങ്ങളാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് MLA പറഞ്ഞു. പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അത്തരം ആളുകൾക്ക് കൂടുതൽ തൊഴിലുണ്ടാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും. കുന്നംകുളം അതിൻ്റെ കൂടി ഭാഗമായിട്ട് വികസിക്കുകയാണ്. അപ്പോൾ അതിന് അടിത്തറയിട്ട് കൊടുക്കാൻ മുനിസിപ്പാലിറ്റിക്കാവും. അതിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിൽ നമ്പർ 1 ആണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യുന്ന പണി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയോ ഏക്കർ സ്ഥലം നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഭാഗമായി 946 മുതലുണ്ടായിരുന്ന മാലിന്യങ്ങളാണ്, ഡംപ് ചെയ്ത മാലിന്യങ്ങൾ ഇപ്പോൾ അരിച്ച് മണ്ണ് മാത്രം അവിടേക്ക് മറ്റെല്ലാ വേസ്റ്റും കൊണ്ടുപോകുന്നു. 6 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടാണ്. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, R ഷാജിജു, പുഷ്പ ജോൺ, മുൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് എന്നിവർ സംസാരിച്ചു. നഗരസഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളിലും ശുചിത്വ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിച്ച സീതാ രവീന്ദ്രൻ, PM സുരേഷ്, മുൻ കൗൺസിലർമാർ, പ്രോജക്ട് ഇംപ്ലിമെന്റ് ഓഫീസർമാർ, വകുപ്പുതല മേധാവികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, സമതാ പ്രവർത്തകർ, സാനിറ്റേഷൻ ടീം അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരമർപ്പിച്ചത്. ചടങ്ങിന് നഗരസഭാ സെക്രട്ടറി KK മനോജ് നന്ദി രേഖപ്പെടുത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വനിതാ ജനപ്രതിനിധികളെയും CDS ചെയർപേഴ്സൺമാരെയും ആദരിച്ചു. CV ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ പഞ്ചായത്തുകളിലെ വനിതാ പ്രസിഡന്റുമാർ, നഗരസഭാ അധ്യക്ഷർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CDS ചെയർപേഴ്സൺമാർ ഉൾപ്പെടെ 63 പേരെയാണ് ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ എന്നിവർക്ക് MLA പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സീതാ രവീന്ദ്രൻ, ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം കാണിയാമ്പാൽ CMS സ്കൂളിൽ 38 വർഷമായി പാചക ജോലി ചെയ്യുന്ന MK സരസ്വതിയെ നിയമവിരുദ്ധമായി പുറത്താക്കിയ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC പ്രക്ഷോഭത്തിലേക്കെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 21 രാവിലെ 11 മണിക്ക് CMS LP സ്കൂളിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികൾക്ക് പാചകം ചെയ്തുവെച്ച ചോറിൽ കൃത്രിമം നടത്തിയും കുന്നംകുളം പോലീസിന്റെ ഒത്താശയോടെയും പാചക തൊഴിലാളിയെ പുറത്താക്കാനുള്ള ഗൂഢശ്രമം നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുക, തൊഴിലാളിയെ പുറത്താക്കാൻ മാനേജ്മെന്റിനു വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. അടുത്ത ജൂണിൽ തുറക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടത്തിൽ 38 വർഷമായി ജോലി ചെയ്യുന്ന പഴയ പാചക തൊഴിലാളിയും അവരുടെ മകളും വേണ്ട എന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്നും സമയത്ത് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും നൽകാതെയും മകൾക്ക് ജോലിക്ക് വേണ്ടി മോഹിക്കേണ്ടെന്നും മറ്റും പറഞ്ഞ് സ്കൂൾ അധികൃതർ തൊഴിലാളിയെ പരമാവധി പീഡിപ്പിക്കുകയാണെന്നും യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും അനധികൃതമായി പോലീസിനെ ഉപയോഗിച്ച് പാചക തൊഴിലാളിയെ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നിരന്തരമായിട്ട് ഈ പാചക തൊഴിലാളിയോട് സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിന് സന്നദ്ധമല്ലാത്തത് കൊണ്ട് അവരെ സഹായിയായിട്ട് ജോലി ചെയ്യുന്ന മകൾക്ക് ഞാൻ ഒരു കാര്യത്തിൽ ജോലിയിൽ അവരെ നിയോഗിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക. അവർ പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി, ധാന്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് എത്തിച്ചു കൊടുക്കാതെ, ഭക്ഷണത്തിൽ വീഴ്ച വന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം സമയത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാതിരിക്കുക, ഒപ്പിടാൻ പോലും പല സമയത്തും അനുവദിക്കാതിരിക്കുക, അങ്ങനെ മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനിയാണ് 10-ാം തീയതി വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയിലെ അവരെ കുറ്റവാളിയാക്കി മാനേജ്മെന്റ് പുറത്താക്കുകയാണ്. സ്കൂളിൽ വേവിച്ചുവെച്ച ചോറിൽ കുതിർത്ത പച്ചരി കലർത്തി അതിന്റെ ഉത്തരവാദിത്തം തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ചുമാണ് സ്കൂൾ അധികാരികൾ പാചക തൊഴിലാളിയെ പുറത്താക്കിയത്. 6ാമത്തെ ബക്കറ്റിൽ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നൂൺമീലിന്റെ ചുമതലയുള്ള ഒരു സിവിൽ ടീച്ചർ അവർ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ഈ കയ്യിലിട്ട് ഇളക്കിയിട്ട് ഭക്ഷണത്തിൽ കയ്യിലിട്ട് ഇളക്കി കൊണ്ടുവരാണ് ചോറ്, ഇതെന്താണ് 2 തരം ചോറ് എന്ന് ചോദിക്കുകയാണ്. ഇവരന്തം വിട്ടു. എന്താണെന്ന് നോക്കി ഇവര് നോക്കിയപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, വെന്ത ചോറിന്റെ കൂടെ ആ സ്കൂളിന് വിതരണം ചെയ്യാത്ത പച്ചരി കുതിർത്ത് ഈ ചോറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ടാണ് ഇവര് കൊണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CU ശാന്തയെ സ്കൂൾ അധികൃതരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പോലീസ് പുറത്താക്കുകയും ചെയ്തു. സർക്കാർ നയത്തിന് വിരുദ്ധമായി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് യൂണിയൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാടെ ലംഘിച്ചും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും പുറത്താക്കിയ MK സരസ്വതിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനുള്ള ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ, ജില്ലാ സെക്രട്ടറി VK ലതിക, ജില്ലാ പ്രസിഡന്റ് CU ശാന്ത, AITUC കുന്നംകുളം മണ്ഡലം സെക്രട്ടറി TK രവീന്ദ്രൻ, AITUC കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഗയിൽ ജൈവ കർഷകൻ നന്ദന്റെ തോട്ടത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. വാഗ കണ്ണഞ്ചേരി കുടുംബക്ഷേത്രത്തിന് പുറകുവശത്തായുള്ള കൃഷിയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം നേരിട്ടുള്ള നന്ദൻ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ജൈവ കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തിവരുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രസാദ് വാഗ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രാജി മണികണ്ഠൻ, കൃഷി ഓഫീസർ CR രാജേഷ്, ജില്ലയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ബ്രഹ്മകുളം സ്വദേശിനി ഷീജ കല്ലായിൽ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തണ്ണിമത്തൻ കൂടാതെ വിവിധയിനം പച്ചക്കറികളും നന്ദൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. റമദാൻ നോമ്പനുഷ്ഠാന സമയമായതിനാൽ വിളവെടുത്ത് അധികം സമയം കഴിയുന്നതിന് മുൻപ് തന്നെ തണ്ണിമത്തൻ വിറ്റ് കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നന്ദൻ. കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധി ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കടപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് മെമ്പറുമായ PA അഷ്കർ അലിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കടലും പുഴയും അതിർത്തി പങ്കിടുന്ന ഉപദ്വീപായ അഴിമുഖത്ത് കുടിവെള്ളത്തിന് ഏകാശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പുകളാണ്. കുടിവെള്ള ഇനത്തിൽ പഞ്ചായത്ത് 6 ലക്ഷം രൂപയിലധികം വർഷം തോറും വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കാറുണ്ട്. 508 ടാപ്പിന് 1500-ലധികം രൂപയും അടയ്ക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ
മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് സമരം നടത്തേണ്ടി വന്നതെന്ന് അഷ്കർ അലി പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ ഈ പൊതുജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സൂചന എന്ന നിലക്കാണ് ഈ സമരം. ഇത് കിട്ടിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരവുമായി ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമരം നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രദേശവാസികളെ മുഴുവൻ അണിനിരത്തി സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 മണിക്കൂറോളം നേരത്തെ കുത്തിയിരിപ്പിനൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അവധി ദിവസം വകവയ്ക്കാതെ നാളെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ വിന്നർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ ക്ലബ് ആസ്ഥാനത്ത് നടന്ന ഇഫ്താർ സംഗമത്തിൽ പ്രസിഡന്റ് CJ ഡേവിഡ് അധ്യക്ഷനായി. സേതുലക്ഷ്മിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഇഫ്താർ സുഹൃദ് സംഗമ ചടങ്ങിൽ മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, എടക്കഴിയൂർ മഹല്ല ഖത്തീബ് കമറു മുസ്ലിയാർ എന്നിവർ സന്ദേശം നൽകി. ക്ലബ് സെക്രട്ടറി KK സേതുമാധവൻ, ട്രഷറർ സാബു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ മുൻ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നോമ്പുതുറയ്ക്ക് ശേഷം നടന്ന നമസ്കാരത്തിന് കമറു മുസ്ലിയാർ നേതൃത്വം നൽകി. ഫാദർ സണ്ണി ചാക്കോ, കമറു മുസ്ലിയാർ എന്നിവർക്കുള്ള ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് ഡേവിഡ് മാസ്റ്റർ കൈമാറി. ക്ലബ്ബ് ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കർശന നടപടികളുമായി ആരോഗ്യവകുപ്പ്. മേഖലയിൽ വിവിധയിടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിഴക്കേ ആളൂർ പുത്തൂർ റോഡിൽ മാങ്കുണ്ട് ഭാഗത്ത് മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത് വാർഡ് മെമ്പറും ഹരിതകർമ്മസേനാംഗങ്ങളും അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മാലിന്യത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളിയവരെ അതിവിദഗ്ധമായി കണ്ടെത്തി. ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ളവ, ബാർബർ സലൂണിലെ മുടിയും മറ്റ് മാലിന്യവുമാണ് വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ അജ്മൽ, അമല നഗറിലെ റിഫൈൻ സലൂൺ ഉടമ ശ്രീനിവാസൻ എന്നിവരുടെ പേരിൽ പിഴ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്തിന് നൽകി. മാലിന്യത്തിൽ നിന്നും ലഭിച്ച മലബാർ പാൽ കവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ കണ്ടെത്തും. മറ്റം സെന്റർ കേന്ദ്രീകരിച്ചും പൊതുവഴിയിലും പൊതുതോട്ടിലും മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി കർശന താക്കീത് നൽകി മാലിന്യം പൂർണ്ണമായി എടുത്തുമാറ്റിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 17ഓളം അതിനൂതന CCTV ക്യാമറ ഉടൻ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അറിയിച്ചു. മാലിന്യം വലിച്ചെറിഞ്ഞാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് മെമ്പർ ലിയ ജോജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു, നഴ്സ് സിമി സൈമൺ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമായതോടെ ഇൻഡക്ഷൻ അടുപ്പ് വിപണി സജീവമായി. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് കൂടുതലായും ഇൻഡക്ഷൻ അടുപ്പ് വാങ്ങിക്കുവാൻ എത്തിച്ചേരുന്നത്. തങ്ങൾക്ക് മറ്റൊരു സാഹചര്യമില്ലാത്തതിനാലാണ് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറുന്നത് എന്ന് വീട്ടമ്മ പറയുന്നു. ഞങ്ങളൊക്കെ 100% ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നവർക്ക് ഇപ്പം ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഡെയിലി ന്യൂസിൽ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്നവർക്ക് വേറെ ഓൾട്ടർനേറ്റ് ഒരു സംവിധാനവും ഇല്ല, വിറകോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ വന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങുകയാണ്. അതൊരു എക്സ്പെൻസീവ് പരിപാടി തന്നെയാണ്. അപ്പം ഞങ്ങൾ വാങ്ങണ പോലെ സാധാരണക്കാർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് എത്രയും വേഗം ഗ്യാസ് സപ്ലൈ ഒന്ന് നോർമലാക്കാൻ ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. പലർക്കും ഗ്യാസ് ഇപ്പോൾ കിട്ടാൻ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. ഗ്യാസ് ബുക്കിംഗ് ദിവസം കൂട്ടിയിട്ടുമുണ്ട്. ഇൻഡക്ഷൻ അടുപ്പ് വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട് എന്നിരിക്കലും മറ്റ് മാർഗങ്ങളില്ലാത്തതിനാൽ ഈ മാർഗം സ്വീകരിക്കുകയാണെന്ന് പറയുന്നു. ദിനംപ്രതി വലിയ കച്ചവടമാണ് ഇൻഡക്ഷൻ അടുപ്പിന്റെ നടക്കുന്നത് എന്ന് ന്യൂ കേരള ഗിഫ്റ്റ് ഉടമ ഫഹദ് പറയുന്നു. ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇൻഡക്ഷൻ കുക്കറുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിലുകൾക്കൊക്കെ റേറ്റ് കൂടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും ആ പഴയ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ നിലവിൽ അടുപ്പുണ്ടെങ്കിലും സ്റ്റോക്ക് തീർന്നാൽ ഇതും കിട്ടാത്ത അവസ്ഥയാകുമെന്നാണ് പറയുന്നത്.
ഇപ്പോൾ നിലവിൽ എല്ലാ കമ്പനികളിലും സ്റ്റോക്ക് ഔട്ടാണ്. പ്രസ്റ്റേജ് ആയാലും പ്രീതി എല്ലാ ബ്രാൻഡും സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പം നിലവിൽ എല്ലാ ഷോപ്പുകളിലും ഉള്ള സ്റ്റോക്കുകൾ വിറ്റ് തീരുന്നത് വരെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്ഷൻ അല്ല ഇൻഡക്ഷൻ കുക്കർ, ശരിക്കും പറഞ്ഞാൽ എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. ക്ഷേത്രനഗരിയിലെ പൊതുകാനകളിലേക്കും തോടുകളിലേക്കും ശുചിമുറി മാലിന്യമടക്കം ഒഴുക്കി വിടുന്നവർക്കെതിരെ കർശനമായ നടപടിയുമായി ഗുരുവായൂർ നഗരസഭ. ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുറ്റക്കാരെന്നു കണ്ടെത്തിയ 17 വീടുകൾക്കും 13 സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കുന്നതിനായി നഗരസഭ നോട്ടീസ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ KC അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. പലയിടങ്ങളിലും PVC പൈപ്പുകൾ വഴി നേരിട്ട് കാനകളിലേക്കും തോടുകളിലേക്കും മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തി. ഇവർ 3 ദിവസത്തിനകം കാനകളിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പുകൾ നീക്കം ചെയ്യണം. പിഴത്തുക നിശ്ചിത സമയത്തിനകം അടച്ചു തീർക്കണം. പരിശോധന തുടരുമെന്നും തിങ്കളാഴ്ച കാനകളും സംശയാസ്പദമായ സ്ഥലങ്ങളും കുത്തിപ്പൊളിച്ച് പരിശോധന നടത്തുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ I. അനീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MD റിജേഷ്, സുരേഷ് കുമാർ പേരോത്ത്, KS പ്രദീപ്, AB സുജിത് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നഗരത്തിലെ ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരാനാണ് നഗരസഭയുടെ തീരുമാനം. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട LDF ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്യാസ് സിലിണ്ടർ തലയിലേന്തി ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ സ്വാഗതവും LDF കൺവീനർ PK സെയ്താലിക്കുട്ടി നന്ദിയും പറഞ്ഞു. ചാവക്കാട് കോടതിക്കായുള്ള പുതിയ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ആധുനിക സൗകര്യങ്ങളോടെ 5 നിലകളോടുകൂടിയ പുതിയ കെട്ടിട സമുച്ചയമാണ് ഒരുങ്ങുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തുച്ഛമായ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് കോടതി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് NK അക്ബർ MLA യുടെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് 38 കോടി രൂപ ചെലവിൽ 5 നിലകളോടുകൂടിയ പുതിയ കോടതി കെട്ടിട സമുച്ചയം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. 5 നിലകളിലായി 50,084 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. JFCM കോടതി, പോക്സോ കോടതി, മുൻസിഫ് കോടതി, സബ് കോടതി എന്നിവയെല്ലാം ഇനി ഈ പുതിയ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കും. നിലവിൽ ഈ കോടതികളെല്ലാം വ്യത്യസ്ത കെട്ടിടങ്ങളിലായാണ് പ്രവർത്തിച്ചു വരുന്നത്. ബാർ അസോസിയേഷൻ ഹാൾ, ക്ലർക്ക് അസോസിയേഷൻ ഹാൾ എന്നിവയും കെട്ടിട സമുച്ചയത്തിലുണ്ട്. ഓരോ നിലയിലും ശൗചാലയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് നിലവിൽ പ്രവർത്തിക്കുന്ന കോടതികൾക്ക് പുറമെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ, കുടുംബ കോടതി തുടങ്ങിയ കൂടുതൽ കോടതികൾ തുടങ്ങാനും പുതിയ കെട്ടിട സമുച്ചയത്തിൽ സൗകര്യമുണ്ടാകും. കെട്ടിട സമുച്ചയത്തിൻ്റെ വൈദ്യുതവൽക്കരണം ജോലി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിനായി നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം 8 ലക്ഷം രൂപ വൈദ്യുതി ബോർഡിൽ അടച്ചിട്ടുണ്ട്. വൈദ്യുതവൽക്കരണ ജോലി കഴിയുന്ന മുറയ്ക്ക് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനുള്ള അനുമതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ കോടതി സമുച്ചയം നാടിന് സമർപ്പിക്കും. ഗ്യാസ് എവിടെ മോദി എന്ന മുദ്രാവാക്യവുമായി വേലൂർ മഹിളാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷൈനി ഫ്രാൻസിസ്, ഷീന സാബു, ബദുൽ സൈമൺ, അരുജ സദാനന്ദൻ, മനോജ് കണ്ടരശ്ശേരി, ജോജു പനക്കൽ, ഫ്രാൻസിസ് അറങ്ങാശ്ശേരി എന്നിവർ സംസാരിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണത്തിൽ നിന്ന് പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി. 5ഉം 11ഉം വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ തെക്കുമുറി വീട്ടിൽ കുട്ടൻ മകൻ ഹരിദാസിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി വെറുതെ വിട്ടത്. പ്രതിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC സെക്ഷൻ 509, പോക്സോ നിയമത്തിലെ വകുപ്പുകൾ, കൂടാതെ പുകയില ഉൽപ്പന്നങ്ങളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട COTPA നിയമത്തിലെ 4, 5 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ
തുടക്കം മുതൽ തന്നെ ആരോപണങ്ങൾ നിഷേധിച്ച പ്രതി താൻ നിരപരാധിയാണെന്ന് ഉറച്ചു നിൽക്കുകയും വിചാരണ നേരിടാൻ തയ്യാറാവുകയുമായിരുന്നു. വിചാരണവേളയിൽ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് PM വിവേക് ചേലൂർ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായി. സംഭവ ദിവസത്തെ നിജസ്ഥിതി വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള 11 സുപ്രധാന രേഖകളാണ് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചത്. ഈ തെളിവുകൾ വിശദമായി പരിശോധിച്ച കോടതി പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വസ്തുതയില്ലെന്ന് നിരീക്ഷിച്ചു. വാദപ്രതിവാദങ്ങൾ പൂർത്തിയാക്കി 2026 മാർച്ച് 13 കേസ് വിധി പറയുന്നതിനായി മാറ്റി. വിധി പ്രസ്താവനയിൽ പ്രതിക്കെതിരെ ചുമത്തപ്പെട്ട ഒരു വകുപ്പ് പോലും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ജഡ്ജ് S. ലിഷ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി ഉത്തരവിടുകയായിരുന്നു. നീതിയുടെ വഴിയിൽ സത്യം ജയിക്കുമെന്നതിന്റെ തെളിവാണ് ഈ വിധിയെന്നും ശാസ്ത്രീയ തെളിവുകളുടെയും വ്യക്തമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ഈ തീരുമാനത്തിലെത്തിയതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. പാചകവാതക ക്ഷാമം കൊണ്ട് ജനങ്ങളെ പട്ടിണിക്കിടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AM ഷീനോസ്, കമ്മിറ്റി അംഗങ്ങളായ ഹസൻ, നിതിൻ, രതി, ലെനിൻ, അനുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സഹോദരന് വൃക്ക പകുത്തു നൽകിയ പ്രിയദർശിനിക്ക് വൃക്ക ദിനത്തിൽ ആദരവുമായി TN പ്രതാപൻ. സ്വന്തം കൂടെപ്പിറപ്പിന്റെ ജീവൻ നിലനിർത്തുന്നതിന് തന്റെ വൃക്ക പകുത്തു നൽകിയ ചിറനല്ലൂർ ഊട്ടുമടത്തിൽ ശശികുമാറിന്റെ ഭാര്യ പ്രിയദർശിനിയെ ലോക വൃക്കദിനത്തിൽ AICC സെക്രട്ടറി TN പ്രതാപന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പരേതനായ പന്തായിൽ പ്രഭാകരന്റെ മകളാണ് പ്രിയദർശിനി. മനുഷ്യർ സ്വാർത്ഥനായി മാറുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയദർശിനി വലിയ മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. ജീവിതത്തിൽ കിഡ്നിയോടുള്ള എല്ലാ ശാരീരിക ശ്രമങ്ങളും പൂർണ്ണമാവും. എങ്കിലും നമ്മളാരും അതിനൊന്നും ധൈര്യം കാണിക്കില്ല. എല്ലാവരും മേടിക്കും. നമുക്ക് എന്ത് സന്തോഷം, എന്തൊരു ആരോഗ്യം. പിന്നെ ബ്രദർ അതിനേക്കാളും സന്തോഷത്തിലാണ്. ദൈവം ഇതെല്ലാം അനുഗ്രഹം ഞങ്ങളെ പ്രാർത്ഥിക്കേണ്ടത്. ഈ നന്മ ചെയ്യുന്നവർക്ക്, സഹോദരന് വേണ്ടിയിട്ടായാലും നന്മ ചെയ്യുന്നവർക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരാണ്. DCC സെക്രട്ടറി KB ജയറാം, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PK പ്രകാശൻ, ആൻഡോ ചെറനല്ലൂർ, ബെൻഹർ, UDF പ്രവർത്തകരായ PK പരീദ്, റാഫി, ജിഷ കുര്യൻ, ഡേവിസ്, VC ജോൺ, അശോകൻ, മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെട്രോൾ ഗ്യാസ് പ്രതിസന്ധി പരിഹരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തെടുക്കുകയാണെന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ KS, ട്രഷറർ ആരിഫ് മുഹമ്മദ് PB, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് റഫീഖ് PH എന്നിവർ സംസാരിച്ചു. പെരിങ്ങാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. മാർച്ചിന് ജില്ലാ സെക്രട്ടറിമാരായ സുഹൈബ് അലി, സുലേഖ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CR ഹനീഫ, ഷെമീറ നാസർ, ഷാജഹാൻ എളനാട്, ഹംസ എളനാട് എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി വേലൂർ റോഡിൽ പിക്കപ്പ് വാനും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മമ്പൽഹുദ സ്കൂളിനടുത്തുള്ള വളവിൽ വെച്ചാണ് പിക്കപ്പ് വാനും ബുള്ളറ്റും കൂട്ടിയിടിച്ചത്. രാവിലെ 8:50 അപകടം. ബുള്ളറ്റ് യാത്രികനായ ആൾത്തറ പുഴിക്കള സ്വദേശി ചൊവ്വലൂർ വീട്ടിൽ ജോഷിയുടെ മകൻ ഷെൽവിൻ, പിക്കപ്പ് വാനിലുണ്ടായിരുന്ന കോഴിക്കോട് പൈങ്ങോട്ടുപുറം സ്വദേശി വള്ളിയോട്ടിൽ വീട്ടിൽ വേലായുധൻ മകൻ ഷെൽവൻ, കോഴിക്കോട് കച്ചേരിക്കുന്ന് സ്വദേശി പടിഞ്ഞാറ്റ് മീത്തൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ മകൻ മുഹമ്മദ് ഷെറീഫ് എന്നിവർക്കാണ് പരിക്ക്. അപകടകരമായ വളവിൽ വെച്ച് വാഹനങ്ങൾ തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 ഉടൻ തന്നെ കേച്ചേരി എക്സ് പ്രവർത്തകർ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് വടക്കാഞ്ചേരി റോഡിൽ കുറച്ചുനേരം ഗതാഗത തടസ്സം നേരിട്ടു. സംഭവസ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് തകർന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിൽ സ്വർണ്ണപ്പണയം ആരംഭിച്ചു. അരിയന്നൂരിൽ ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്വർണ്ണപ്പണയം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ഉഷാക്കുട്ടൻ നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും വനിതാ സഹകരണ സംഘം മുൻ വൈസ് പ്രസിഡന്റുമായ സിമി സ്റ്റെൽസൺ അധ്യക്ഷയായി. കുന്നംകുളം താലൂക്ക് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധന,
ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാൻ വി വേണുഗോപാൽ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, മുൻ പ്രസിഡന്റ് അപ്പു ആളൂർ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ AM മൊയ്തീൻ, ജെയ്സൺ ചാക്കോ, മുൻ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, വനിതാ സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ് രാജം നമ്പീശൻ, സംഘം സെക്രട്ടറി ബിജി ഹരീഷ്, സംഘം ഡയറക്ടർ ഷമീറ മറ്റം, ഷാജു തരകൻ, NM നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനം ആരംഭിച്ച് 25 വർഷം പൂർത്തിയായ വനിതാ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളോടെയാണ് സ്വർണ്ണപണയം ആരംഭിച്ചിട്ടുള്ളത്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതി പ്രകാരം അംഗൻവാടികളിലേക്കുള്ള മിക്സർ ഗ്രൈൻഡർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, ICDS സൂപ്പർവൈസർ രമ്യ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൃഷ്ണയാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം അഖിലലോക നാരായണ സഭാധ്യക്ഷൻ TV ശ്രീനിവാസൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും. ആധ്യാത്മിക പ്രഭാഷണ പരമ്പരകളിൽ പ്രഥമസ്ഥാനീയനായ വിദ്യാസാഗർ ഗുരുമൂർത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മൗനയോഗി സ്വാമി ഹരിനാരായണനാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ രക്ഷാധികാരി. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ, നാരായണീയം, മെഗാ തിരുവാതിര, വീരനാട്യം എന്നിവ അരങ്ങേറും. കൂടാതെ സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട പ്രതിഭകളെ ആദരിക്കും. ഭാരവാഹികളായ സഹരക്ഷാധികാരി താമരശ്ശേരി ബാബു, സ്വാഗത സംഘം ചെയർമാൻ സുധീർ പണിക്കർ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ബേബി കരിപ്പോട്ട്, മുഖ്യ സംയോജകൻ സുരേഷ് തിരുവത്ര, സഹസംയോജകൻ KG രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടകമ്പൽ പഞ്ചായത്ത് ഹിന്ദു ഏകതാ കമ്മിറ്റി നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. ശ്രീനാരായണ വൈദിക സംഘം മേഖലാ സെക്രട്ടറി അജേഷ് ശാന്തി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കള്ളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രപഞ്ചത്തെ മുഴുവൻ ആരാധിക്കുകയും ഓരോ ജീവജാലങ്ങളിലുമുള്ള ഈശ്വര ചൈതന്യം തിരിച്ചറിയുകയും സനാതനധർമ്മം നിലനിർത്തുകയുമാണ് ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന് ആധാരമായി ഭവിക്കുന്നതെന്ന തിരിച്ചറിവ് പ്രചരിപ്പിക്കുകയായിരിക്കണം ഓരോ വ്യക്തിയുടെയും സനാതനധർമ്മമെന്ന് തില്ലങ്കേരി പറഞ്ഞു. സമ്മേളനത്തിൽ ഹിന്ദു ഏകതാ അംഗങ്ങളായ KS അജീഷ്, PP അനൂപ്, PN മുരളീധരൻ, VA മോഹനൻ, അനിൽ ശാന്തി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഭജന അവതരിപ്പിച്ച സംഘത്തിന് തില്ലങ്കേരി ഉപഹാരം സമ്മാനിച്ചു. എല്ലാ കാലത്തും നിലനിൽക്കുന്ന കാലാധിവർത്തിയായി ദേശാധിവർത്തിയായി നിലനിൽക്കുന്നതാണ് സനാതനം. സനാതന ധർമ്മം എന്നാണ് പറയുന്നത്. ധർമ്മം എന്നത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വിദേശത്ത് പോയി അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞങ്ങളുടെ സംസ്കൃതം ഭാഷയിൽ ധർമ്മം എന്ന ഒരു പദമുണ്ട്. ആ പദത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ അർത്ഥമുള്ള ഒരു വാക്ക്, സമാനമായ ഒരു വാക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കിലില്ല, ഭാഷയിലില്ല എന്നദ്ദേഹം പറയുന്നു. പൊറക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് 15 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉത്സവാഘോഷത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 20 ഗജവീരന്മാർ അണിനിരക്കും. ഉത്സവദിനമായ ഞായറാഴ്ച പുലർച്ചെ 5:30-ന് ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഉടയൂർ ഇടമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. രാവിലെ 9:30 മുതൽ നടക്കൽപ്പറ ആരംഭിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരത്തിന്റെ എഴുന്നള്ളിപ്പിന് തുടക്കമാകും. കൊമ്പൻ ചിറക്കൽ പരമേശ്വരൻ തിടമ്പേറ്റും. പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശങ്ങൾ ചുറ്റി വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഗുരുവായൂർ അനിരുദ്ധിന്റെ പ്രമാണിത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ പ്രാദേശിക കമ്മിറ്റികൾക്കായി അണിനിരന്ന് ആനപ്രേമികൾക്ക് ആവേശം പകരും. വൈകിട്ട് 6:10-ന് ദീപാരാധനയും 8:05 മുതൽ 8:15 വരെ പാണ്ടിമേളവും നടക്കും. രാത്രി 12 മണിക്ക് ശേഷം പള്ളിത്താലം വരവും
പുലർച്ചെ 4 മണി മുതൽ 6:30 വരെ പൂരം എഴുന്നള്ളിപ്പും അരങ്ങേറും. രാവിലെ വടക്കുംവാതിൽ ഗുരുതിക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 7:30 പ്രാദേശിക കുട്ടിക്കലാകാരന്മാരുടെ കലാപരിപാടികളും ശനിയാഴ്ച വൈകിട്ട് 7:30 നാടക അവതരണവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ അനിൽ കണ്ടേങ്കത്ത്, ഷാജി മുതിരമ്പറമ്പത്ത്, ശ്രീജിത്ത് കണ്ടേങ്കത്ത്, രതീഷ് കാണിയത്ത്, നിതിൻ കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വടക്കേക്കാട് പഞ്ചായത്ത് 2025-2026 വാർഷിക ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലും അംഗൻവാടികൾക്കായി അടുക്കള ഉപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. SC വിഭാഗത്തിലെ 16 പേർക്കും ജനറൽ വിഭാഗത്തിൽ 35 പേർക്കുമാണ് കട്ടിൽ വിതരണം ചെയ്തത്. അംഗൻവാടികൾക്ക് മിക്സി, പാത്രങ്ങൾ തുടങ്ങിയവയാണ് നൽകിയത്. സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ ബെസ്റ്റ് സോഷ്യൽ സയൻസ് ക്ലബിനുള്ള അവാർഡ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി. അക്കാദമിക പ്രവർത്തനങ്ങളിൽ സ്കൂൾ ക്ലബ്ബുകളെ സജീവമാക്കുന്നതിനും സാമൂഹ്യശാസ്ത്ര ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് അവാർഡ് നൽകുന്നത്. ഒരു അക്കാദമിക വർഷം സ്കൂൾ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ എണ്ണം, പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യശാസ്ത്രവുമായുള്ള ബന്ധം, പ്രവർത്തനങ്ങളിലെ വൈവിധ്യം, പുതുമ, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം നടത്തുന്ന ക്ലബ്ബ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയാണ് മൂല്യനിർണ്ണയത്തിന് പരിഗണിച്ചത്. സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം നടത്തിയ മറ്റൊരു പ്രവർത്തനമായിരുന്നു ചരിത്രശേഷിപ്പുകൾ തേടി. ഇതിലും 1ാം സ്ഥാനം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിനാണ്. ട്രോഫി, പ്രശസ്തി പത്രം, ക്യാഷ് അവാർഡ് എന്നിവ ചേർന്നതാണ് പുരസ്കാരം. തൃശൂരിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണനിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്ട് മാനേജിംഗ് ഡയറക്ടർ V. ഷാരോൺ, സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ഭാരവാഹികളായ KP സജയൻ, പ്രവീൺ M. കുമാർ, B. പ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ EMS സ്മാരക ഹാളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കാണ് ക്ലാസ് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VM ഹാരിസ് മുഖ്യാതിഥിയായി. മണ്ണുത്തി വെറ്റിനറി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപ ജോളി പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ ദിവ്യറാണി തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ സ്വാതി കൃഷ്ണ, SC പ്രൊമോട്ടർ അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശുചീകരണ കിറ്റ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, മൃഗങ്ങൾക്കുള്ള മിശ്രിതം, ഹെൽത്ത് ടോണിക് എന്നിവയുടെ വിതരണവും രോഗങ്ങൾക്കുള്ള സൗജന്യ രക്തപരിശോധനയും കുടിവെള്ള പരിശോധനയും നടത്തി. മറ്റം അസംഷൻ കോൺവെന്റ് നഴ്സറി സ്കൂളിൽ KG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺവൊക്കേഷൻ സെറിമണിയുടെ ഭാഗമായി കുരുന്നുകളുടെ കലാപരിപാടികളും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് KV വിനീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസംഷൻ കോൺവെന്റ് ലോക്കൽ മാനേജർ സിസ്റ്റർ ട്രീസ ജീസ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാലി മരിയ, അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ആദ്യ ചുവടുവെപ്പ് പൂർത്തിയാക്കിയ കുരുന്നുകൾക്കായി ക്യാപ്പിംഗ് സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ജെൻസി ടീച്ചർ, LKG വിദ്യാർത്ഥിനി സെറാസി തോബിയാസ്, UKG വിദ്യാർത്ഥിനി സെറ ജിമ്മി ജോസഫ്, രക്ഷിതാവ് ലിബി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഴ്സറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിന്റെ ഓർമ്മയ്ക്കായി ഒരുക്കിയ ഫോട്ടോ ബൂത്തിൽ സെൽഫി എടുത്തും ഫോട്ടോകൾ പകർത്തിയും കുട്ടികളും രക്ഷിതാക്കളും സന്തോഷം പങ്കുവച്ചു. അധ്യാപകരായ ജെൻസി, സജി, വിനീത, സിസ്റ്റർ സിജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുന്നയൂർ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹാച്ചറിയിൽ സംരക്ഷിച്ചിരുന്ന വിരിഞ്ഞ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. വിരിഞ്ഞിറങ്ങിയ 100ഓളം കടലാമ കുഞ്ഞുങ്ങളെയാണ് തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിൽ കടലിലേക്ക് ഇറക്കിവിട്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VJ ഗീവർ, കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഹംസു പാലക്കൽ, സെക്രട്ടറിയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ റൈജോ ജോയ്, എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ, കടലാമ സംരക്ഷണ വാച്ചർ കമറു, വിൻഷെയർ ക്ലബ് അംഗങ്ങൾ, കടലാമ സംരക്ഷണ സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ അൽ ഹയാത്ത് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ റോബോട്ടിക്സ് എക്സ്പോ സംഘടിപ്പിച്ചു.
വിദ്യാർത്ഥികളുടെ സാങ്കേതിക രംഗത്തെ അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ടെക് അസിസ്റ്റയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എക്സ്പോയിൽ വിവിധ ഇനങ്ങളിലായി 40ഓളം പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ VM അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുഹൈൽ, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ AA സൈനുദ്ദീൻ സ്വാഗതവും പ്രധാനാധ്യാപിക സജിത ടീച്ചർ നന്ദിയും പറഞ്ഞു. റോബോട്ടിക് എക്സ്പോയിൽ കാഴ്ചശക്തിയില്ലാത്തവർക്ക് സഹായകരമാകുന്ന ബ്ലൈൻഡ് സ്റ്റിക്ക് ശ്രദ്ധേയമായി. കാഴ്ചശക്തിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ മുമ്പിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമാണ് ടെക് അസിസ്റ്റ എന്ന കമ്പനിയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. റിസ അബ്ദുൾ മജീദ്, ഫാത്തിമ സൻഹ എന്നീ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൈമാറിയ ഉപകരണം സ്കൂളിനു വേണ്ടി CG രഘുനാഥ്, പ്രധാനാധ്യാപിക സജിത ടീച്ചർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. സ്റ്റിക്കിന്റെ പ്രവർത്തനത്തെപ്പറ്റി വിദ്യാർത്ഥികൾ വിവരണം നടത്തി. ഇത് 3D കോമ്പോണന്റ്സ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഹാൻഡിലാണിത്. ഇതാണ് സെൻസർ. ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ തടയുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ബസറടിക്കും. ഇതിന് ബസറിന് പുറമെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെവി കേൾക്കാത്ത ആളായിരിക്കാം വരും. ആ സമയത്ത് ഈ ഹാൻഡിലിനുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതൊരു നമ്മുടെ ഫോണൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു വൈബ്രേഷൻ. ആ ഒരു വൈബ്രേഷൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. നമ്മുടെ കൈ ഇതിനുള്ളിൽ നിന്ന് വൈബ്രേറ്റ് ആവും. ഇതിന് എന്താ പറയുക, ബസറിൽ നിന്ന് സൗണ്ടും വരും. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒത്തിരി നല്ല കാര്യത്തിൽ ഉപകാരമാവുന്ന ഒരു സംഭവമാണ് ഈ ബ്ലൈൻഡ് സ്റ്റിക്ക്. ഇത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ നവീകരിച്ച ജൈവ വൈവിധ്യോദ്യാനം പാറമേക്കാവ് വിദ്യാമന്ദിർ എഡ്യൂക്കേഷൻ ഡയറക്ടർ കല്യാണി ബാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി വിദ്യ റെയിൻ വുഡ്സ് ഒരുക്കിയതും ശ്രദ്ധേയമായി. കടുത്ത വേനലിൽ പറവകൾക്ക് ആശ്വാസമായ ശലഭോദ്യാനവും നക്ഷത്രവനവും ഉൾപ്പെട്ടതാണ് ജൈവ വൈവിധ്യോദ്യാനം. ഉദ്യാനത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അബാൻ ശിഹാബുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് സുജിത്ത് ഐനിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് മെമ്പർ KG ധർമ്മരാജൻ, PTA വൈസ് പ്രസിഡന്റ് KA ജിതിൻ, മെമ്പർമാരായ PV സതീഷ്, അനുഷ ശ്രീജിത്ത്, നിമ്മി ബിമൽ, പ്രധാന അധ്യാപകരായ വസന്തകുമാരി, മഞ്ജുള രഘുപ്രദീപ് എന്നിവർ സംബന്ധിച്ചു. അഗ്രികൾച്ചർ ക്ലബ്ബ് ഭാരവാഹികളായ റോബിൻ വാഴപ്പള്ളി, അധ്യാപകരായ സോണിയ മെൽവിൻ, R. ഷക്കീറ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,780 രൂപ, സ്വർണം പവന് 1,18,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി വെള്ളറക്കാട് തെരുവുനായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 84-കാരി കിഴക്കേപുരയ്ക്കൽ കാർത്തിയാനിയുടെ സംസ്കാരം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ പ്രാഥമിക കണ്ടെത്തൽ. വെള്ളറക്കാട് തെരുവുനായ ആക്രമിച്ച കിടപ്പുരോഗി കൊല്ലപ്പെട്ട സംഭവം കാർത്തിയാനിയുടെ കുടുംബത്തിന് സഹായം ഒരുക്കുമെന്നും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA. പാചകവാതക ക്ഷാമം അതിരൂക്ഷമായതോടെ ആശങ്കയിലായി നാട്. പല ഹോട്ടലുകളുടെയും പ്രവർത്തനം നിലച്ചു. വിറകുപയോഗിച്ചുള്ള പാചകത്തിലേക്ക് മാറി പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ നീക്കം. വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സജീവം. ഗ്യാസ് ക്ഷാമം വന്നതോടെ ഇൻഡക്ഷൻ അടുപ്പ് വിപണി സജീവമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.